നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരം വിഷ്ണുവിന് വന്നിട്ടുള്ള ഒരു വോയിസ് നോട്ടാണ് കേട്ടോ. ഒരു പിതാവ് തൻ്റെ മകളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് അവരുടെ വീട്ടിലെ പൂജാമുറി ഉണ്ട്. അപ്പോൾ ഈ മകൾക്ക് അശുദ്ധി ആയിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു മകളോട് പൂജാമുറിയിൽ കയറണ്ട ഇന്ന കാരണങ്ങൾ കൊണ്ടെന്ന്. പക്ഷെ കുട്ടിക്ക് അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. കുട്ടി പറയണത് ഈ അശുദ്ധി എന്ന് പറയണതൊക്കെ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആർത്തവം അല്ലെങ്കിൽ പീരീഡ്സ് എന്ന് പറയുന്നത് അശുദ്ധിയായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് പൂജാമുറിയിൽ കയറാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് കുട്ടിക്കുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യൂ. കാരണം ഒരച്ഛന് പറഞ്ഞു കൊടുക്കുന്നതിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ കുട്ടിക്ക് മനസ്സിലായെങ്കിലോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പറയാൻ പോകുന്നത് അതാണ്. ആർത്തവം അല്ലെങ്കിൽ പീരീഡ്സ് ആയ സമയത്ത് പൂജാമുറിയിലോ ക്ഷേത്രങ്ങളിലോ പോകാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് അറിയുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ ഗുരുമുഖത്ത് നിന്ന് പണ്ടുള്ളവരെ പഴമക്കാരുണ്ടല്ലോ അവരുടെ അടുത്തു നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങളും പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിന് എതിരഭിപ്രായമുള്ളവരുണ്ടായിരിക്കും. കാരണം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും. അനുകൂലമായിട്ട് പറയുന്നവരുണ്ടായിരിക്കും. കുട്ടി പറഞ്ഞത് ശരിയാണ്, ഇങ്ങനെയാണ്, യഥാർത്ഥ സംഭവമാണ് എന്ന് പറയുന്നവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇന്ന പോയിന്റ്സും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു എന്ന് അഭിപ്രായമുള്ളവരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഉള്ളതാണ് കേട്ടോ കമൻറ്റ് ബോക്സ്. അപ്പം എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നും കൂടെ ആദ്യമേ തന്നെ പറയാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കാണേണ്ട വീഡിയോയും കൂടിയാണ്. ആ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഏറ്റവും ആദ്യം ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം തന്നെ പറയാം. ഇന്നലെ ഗുരുവായൂരപ്പനെ മത്സ്യാവതാര മൂർത്തിയായിട്ടായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. അരയ്ക്ക് മുകളിലോട്ട് നാരായണനായിട്ട് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് താഴേക്ക് മത്സ്യത്തിൻ്റെ രൂപത്തിലും കുറച്ച് വലിപ്പത്തിലുള്ള മത്സ്യമായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭഗവാൻ കുഞ്ഞാണ്, ചെറിയൊരു ഉണ്ണി മത്സ്യത്തിൻ്റെ രൂപത്തിൽ ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതേപോലെ തന്നെ മത്സ്യാവതാര മൂർത്തിയായിട്ടായിരുന്നു ഭഗവാന്റെ അലങ്കാരം. അപ്പോൾ ഇപ്പോഴും മത്സ്യാവതാരം എന്ന് നമ്മൾ പറയുന്ന ഒരു സമയത്ത് അറിവിൻ്റെ മൂർത്തിയായിട്ടാണ് മത്സ്യത്തെ പറയാറുള്ളത്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുള്ള അറിവല്ല കേട്ടോ. നമ്മൾക്ക് ലഭിക്കുന്ന അറിവുകൾ കൃത്യസമയത്ത് നമുക്ക് പ്രയോഗിക്കാനായിട്ട് സാധിക്കണം. അതിനുള്ള വിവേകവും കൂടെ നമുക്ക് ലഭിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മത്സ്യാവതാര മൂർത്തിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് പഠിക്കാനൊക്കെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ മടിയൊക്കെയുള്ള കുട്ടികൾക്ക് ബാണയുദ്ധം വായിക്കാട്ടോ. ഒപ്പം തന്നെ മത്സ്യാവതാരം കൂടെ വായിക്കുന്നത് വളരെ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പൊ അറിവ് നൽകുന്ന ഭഗവാനാണ്. ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ ഒരു വിവാഹം നടക്കണമെങ്കിൽ ആ ഒരു രൂപത്തിലുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുക. കുഞ്ഞുണ്ടാവണമെങ്കിൽ അത് സങ്കല്പിച്ചിട്ട് പ്രാർത്ഥിക്കുക. ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ധന്വന്തരിയായിട്ടിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പൊ അറിവുണ്ടാകണമെങ്കിൽ മത്സ്യാവതാര മൂർത്തിയായിട്ടുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് എന്ത് പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഉത്തരം ഭഗവാനിലുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പോൾ അറിവിന് വേണ്ടിയിട്ടുള്ള മത്സ്യാവതാര മൂർത്തി നന്നായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂട്ടോ. മനോഹരമായിട്ടാണ് ഭഗവാൻ ഇന്നലെ ചാർത്തിയിരിക്കുന്നത്. 3 തിരുമുടിമാലകളുണ്ട്. അതിൽ 2 ഒരേപോലത്തെയാണ്. അതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടം ഉണ്ട്. 2 ഒരേപോലത്തെ. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് വെളുത്ത നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു. പിന്നെ ഒരു ഉണ്ടമാലയുണ്ട്. അത് തെച്ചിയും തുളസിയും കൂടെ മാറി 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 കോർത്തിരിക്കാം. പിന്നെ ഭഗവാന്റെ കിരീടം ഇന്നലെ ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. നെറ്റിയിൽ തിലകമുണ്ട്, കാതുപൂക്കളുണ്ട്. പിന്നെ കഴുത്തിൽ വളയം പോലത്തെ ഒരു മാല, പിന്നെ ഒരു മാലയും കൂടി കണ്ടിരുന്നു. കൈവളകളും തോൾവളകളും ഒക്കെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുകളിലുള്ള 2 കൈകളിലെ ശംഖുചക്ര അത് സ്വർണ്ണപ്പൂക്കൾ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ കൈകൾ കൃത്യമായിട്ട് ദൃശ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭഗവാന്റെ ആയുധങ്ങൾ തോൾകളിൽ ഇരിക്കുന്ന പോലെയായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഗദ ചാർത്തിയിട്ടുണ്ട്. കയ്യിലൊരു താമരയും കൂടെ ഭഗവാൻ പിടിച്ചിട്ടുണ്ട്. അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ താഴോട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലുമായിരുന്നു ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാട്ടോ. ഇത് മുഴുവൻ കേട്ടിട്ട് ഓരോരുത്തരും അഭിപ്രായം പറയും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ പൂർവികർ ഋഷീശ്വരന്മാർ
അതുപോലെ തന്നെ നമ്മുടെ പഴമക്കാർ, ഇവരെല്ലാവരും നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ദോഷം വരാൻ വേണ്ടിയിട്ടേ എല്ലാവരും ഓരോ കാര്യങ്ങളും പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ പണ്ട് കാലത്തുള്ള ജീവിത രീതിയും ഇന്നത്തെ കാലത്തുള്ള ജീവിത രീതിയും നല്ല വ്യത്യാസമുണ്ട് അല്ലേ. പണ്ട് കാലത്ത് നടന്നിരുന്ന നല്ല കാര്യങ്ങൾ, സൗകര്യങ്ങൾ, അതും ഇന്നത്തെ കാലത്തായിട്ട് വ്യത്യാസമുണ്ട്. പണ്ട് കാലത്ത് നടന്നിരുന്ന കളവ്, ദുഷ്ടതരങ്ങൾ, ആക്രമങ്ങൾ, അതും ഇന്നത്തെ കാലത്തായിട്ട് വ്യത്യാസമുണ്ട്. അതായത് അന്നുണ്ടായിരുന്ന ആ ഒരു സുഖവും സന്തോഷവും ഒന്നും മനുഷ്യർക്ക് ഇന്നില്ല. ചിലരൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ്, തിരക്കേറിയിട്ടുള്ള ജീവിതത്തിൽ അവർ ജീവിതം ആസ്വദിക്കാനായിട്ട് മറന്നു പോകുന്നവരുണ്ട്. അല്ലാതെ ഈ കള്ളം, ചതി, ഇതിലൊക്കെ പെട്ടിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഇത് ചെയ്യുന്നവരും നിരവധിയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട്. ഇതിൻ്റെ കാരണം അന്ന് പലരും പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരുന്നു. അതേപോലെ തന്നെ ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ പറയണത്, അതുകൊണ്ട് ഇത് അനുസരിക്കാം. ആ ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് പഴയവരുടെ വാക്കിനെ വില കൊടുത്തിരുന്നു. ഇന്നതില്ല. അതുകൊണ്ടാണ് ഭൂരിഭാഗം പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ട് കാരണം. അപ്പോൾ പദ്യത്തിലേക്ക് തന്നെ വരികയാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ, നമ്മുടെ പൂർവികർ, നമ്മുടെ പഴമക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയിട്ടേ അല്ല. അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്, ശാസ്ത്രങ്ങളാണ് അന്ന് അവർ എഴുതി വെച്ചിട്ടുള്ളതും പറഞ്ഞു തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അന്വേഷിക്കാനായിട്ട് ചെന്നാൽ നമുക്ക് ശാസ്ത്രീയപരമായിട്ടുള്ള അതിൻ്റെ അടിത്തറകളും മനസ്സിലാകാനായിട്ട് സാധിക്കും. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് അനുസരിക്കാനായിട്ട് പലരും ഇഷ്ടപ്പെടാത്തതും. അങ്ങനെ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അനുസരണശീലം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് വളരെ വളരെ കുറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ശാസ്ത്രങ്ങളുള്ളത്, നിയമങ്ങളുള്ളത് അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ റോഡിൽ ഇറങ്ങി വാഹനം ഓടിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ വാഹനം ഓടിക്കണമെങ്കിൽ ഈ റോഡിലുള്ള നിയമങ്ങൾ, ട്രാഫിക് റൂൾസ് അനുസരിച്ചിരിക്കണം. അത് നിർബന്ധമായിട്ട് പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക? അപകടം ഉണ്ടാകും, ആക്സിഡന്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. അതേപോലെ ചിന്തിച്ചാൽ മതി. പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ബാഹ്യമായിട്ടുള്ള രൂപത്തിലും ആന്തരികമായിട്ടുള്ള ഘടനയിലും പലതരത്തിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീയെ ആകുന്നതും പുരുഷനാകുന്നതും. പ്രത്യേകിച്ച് ആ കുട്ടി പറഞ്ഞത് സത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്ത്രീകളുടെ അതായത് സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളതാണ്. അതിനുള്ള തയ്യാറെടുപ്പിന്റെ ഒരു ഭാഗം കൂടിയാണ്. അത് സാധിക്കാതെ വരുമ്പോഴാണ് ഈ ആർത്തവം അല്ലെങ്കിൽ പീരീഡ്സ് എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം നമുക്ക് അതിനുള്ള ക്ലാസ് അല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ടും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മുടെ പൂർവികര് ഇതിനെ എങ്ങനെയാണ് അതിനെ അവർ സമീപിച്ചിരുന്നത് എന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. അതായത് ഒരു പീരീഡ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് അവർക്ക് അവരുടെ ശരീരത്തിന് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കുറച്ച് ദിവസങ്ങളാണ്. വയ്യായികകൾ ഉണ്ടാകും. അതിപ്പോൾ കാലുവേദന, വയറുവേദന, തലവേദന, മേലാസകലം വേദന, വൊമിറ്റ് ചെയ്തിട്ട് തല കറങ്ങിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് വീണിട്ട് എടുത്തു കൊണ്ടുവന്നിട്ടുള്ളൊരു സുഹൃത്ത് എനിക്കുണ്ട്. അത്രയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. ചിലർക്കൊക്കെ ചെറിയ രീതിയിലായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുക. ചിലർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, ഡിപ്രഷൻ ഉണ്ടായിരിക്കും, അനാവശ്യമായിട്ട് കോപം വരിക, അല്ലെങ്കിൽ സങ്കടം വരിക, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഈ ഒരു സമയത്ത് വരുന്നതാണ്. ഇതൊക്കെ വരും, അല്ലെങ്കിൽ ഇവർക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമാണ് എന്നുള്ളത് നമ്മുടെ പൂർവികര് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്ത്, ഈ ഒരു സമയത്ത് സ്ത്രീകളെ, പെൺകുട്ടികളെ, നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്ത് ഇരുന്നോളൂ, നിങ്ങൾ ഒന്നിലേക്കും വരണ്ട. അത് സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ അടുക്കള പണികൾ ചെയ്യണ്ട, നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോലും വരണ്ട. ഭഗവാൻ തന്നെ പറയും, നിങ്ങൾ എന്നെ തൊഴാനൊന്നും വരണ്ട. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമാണ്, നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്, നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വക ജോലികളൊന്നും ചെയ്യണ്ട, സ്വസ്ഥമായിട്ട് ഒതുങ്ങി മാറിയിരുന്നോളൂ എന്നാണ് അവിടെ സങ്കല്പം. അല്ലാതെ അവരെ തൊടാൻ പാടില്ല, അവരുപയോഗിച്ച് ഒന്നും തൊടാൻ പാടില്ല, അവർക്ക് നിലത്തന്നെ കിടന്നുറങ്ങാവോ, കിടക്ക് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമല്ല. അങ്ങനെയുള്ള എന്താ പറയുക ചിട്ടകളല്ല അവിടെ വരുന്നത്. അവർക്ക് സൗകര്യപ്രദമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു പണ്ടുള്ളവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് പക്ഷെ അതിൻ്റെ ചിന്താരീതിയൊക്കെ ചിലർക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ ഇപ്പോഴും അത് അനുഷ്ഠിക്കുന്നവരുണ്ട്. പക്ഷേ
നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്, ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അനുഷ്ഠിക്കുന്നവരൊക്കെ കേട്ടോ. അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ജോലിക്ക് പോകുന്നവരാണ്. ഇപ്പോൾ സ്ത്രീക്കൊപ്പം അല്ലെങ്കിൽ പുരുഷനൊപ്പം സ്ത്രീക്കും കൂടെ ജോലിക്ക് പോയി കഴിഞ്ഞാലാണ് അവരുടെ ആ ഒരു ചിലവുകളെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒതുങ്ങിയിരിക്കാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ ഒരു സമയത്ത് അവധിയും കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് എന്നുള്ള ഒരു ചിന്ത അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ പലരും അതിനെ നേരാവണ്ണമല്ല അതിനെ എന്താ പറയുക സമീപിക്കുന്നത് എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള രീതിയിലുള്ള സമീപനമാണ്. ഒരിക്കലും അശുദ്ധിയാണ് എന്നല്ല പറഞ്ഞു വെക്കുന്നത്. അവരെ തൊടരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയല്ല പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് റെസ്റ്റ് വേണ്ടുന്ന സമയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നിലേക്കും വരണ്ട, സ്വസ്ഥമായിട്ട് ഇരുന്നോളൂ, നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരാം, ഇങ്ങോട്ടേക്ക് വരണം എന്നില്ല എന്നൊക്കെ പണ്ട് കാലത്തുള്ളവർ സ്നേഹത്തോട് കൂടിയിട്ടാണ് അത് ചെയ്തിരുന്നത്. അതിന് ആ രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ആദ്യത്തെ ഒരു കാര്യം. അപ്പോൾ ഭഗവാൻ പോലും പറയുന്നത് നിങ്ങൾ ഒതുങ്ങിയിരുന്നോളൂ, എന്നെ കാണാൻ പോലും നിങ്ങൾ വരണ്ട. അത് ഭഗവാൻ നമ്മളെ സംരക്ഷിച്ച് നിർത്തുകയാണ്. അത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സമയമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഭഗവാനും അങ്ങനെ നിർത്തിയിരിക്കുന്നത്. കുളിക്കുക പോലും വേണ്ട എന്ന് പറയാറുണ്ട്. കുളിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അതുപോലും ശരീരത്തിനെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കാം. അതാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത. എന്ന് വെച്ചാൽ കുളിക്കാതിരിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. തീരെ വയ്യാത്തവരുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുക എന്ന് വിചാരിക്കാം. ക്ഷേത്രത്തിലേക്ക് പോകരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, അവിടെ ഭഗവാന് ഒരു ചൈതന്യം ഉണ്ടായിരിക്കും. ആ ചൈതന്യം ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരെ നിന്ന് തൊഴരുത്, സൈഡിലേക്ക് ഒതുങ്ങി നിന്ന് വേണം തൊഴാനായിട്ടെന്നൊക്കെ. അപ്പൊ അതൊരു കാന്തിക ബലമാണ് അവിടെ ഉണ്ടാകുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബലമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള ഒരു പെൺകുട്ടി തൊഴാനായിട്ട് പോകുമ്പോൾ അവരുടെ ശരീരത്തിലെ ഒരു ഊർജ്ജ പ്രവാഹം ഉണ്ടായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലെ ഊർജ്ജ പ്രസരണം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് മുൻപൊരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് രാവിലെ എണീക്കുന്ന സമയത്ത് ഭൂമി തൊട്ട് നിറകിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭൂമി തൊട്ട് നിറകിൽ വെച്ചിട്ട് വേണം എണീക്കാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വിരലുകൾ അല്ലെങ്കിൽ കൈയാണ് ആദ്യം ഭൂമിയിൽ തൊടേണ്ടത്, കാലുകളല്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം കൈകൾ തൊടുമ്പോഴാണ് പോസിറ്റീവ് ഊർജ്ജം ലഭിക്കുക. കാലുകളാണെങ്കിൽ പോസിറ്റീവ് ഊർജ്ജം നമ്മൾ നഷ്ടപ്പെടുകയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഊർജ്ജ പ്രസരണം നടക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീകളുടെ ശരീരത്തിൽ ഈ ഒരു സമയത്ത് ഒരു പ്രതികൂല ഊർജ്ജമാണ് ഉണ്ടായിരിക്കുക. ഭഗവാന്റെ അടുത്ത് നിന്ന് വരുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാന്തിക ഊർജ്ജമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ, എനിക്ക് പലരിൽ നിന്നായിട്ട് ലഭിച്ചിട്ടുള്ള, ഗുരുമുഖത്തു നിന്നുമൊക്കെ ലഭിച്ചിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഊർജ്ജങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് ഊർജ്ജമുള്ള, പ്രതികൂല ഊർജ്ജമുള്ള നമ്മൾ അവിടുത്തെ ചെയ്യുമ്പോൾ അതിന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ക്ഷീണമായിരിക്കും അങ്ങനെയുള്ളവർക്ക് അനുഭവപ്പെടുക. ഇതൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകണം എന്നില്ല കേട്ടോ. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ടായിരിക്കും നമുക്ക് പ്രത്യക്ഷത്തിൽ ഇതൊന്നും മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ ചെറിയ ചെറിയ രീതിയിൽ നമ്മളിലേക്ക് നമ്മളെ ഇത് ബാധിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാകാനായിട്ട്. അപ്പോൾ ഈ രണ്ട് വശത്തുമുള്ള ഊർജ്ജ പ്രസരണത്തിലെ വ്യത്യാസമുണ്ട്. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓരോരുത്തർക്കും വരും. ഇപ്പോൾ ഒരു തവണയൊക്കെ അറിയാതെ പൂജാമുറിയിൽ കയറിയെന്ന് വിചാരിക്കാം. അതൊന്നും നമുക്ക് വിരോധമുള്ള കാര്യമില്ല, അറിയാതെ സംഭവിച്ചതാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെയും കയറാനായിട്ട് ശ്രമിക്കുന്ന സമയത്തെ അപ്പോൾ നമ്മുടെ പരിസരത്ത് കുറച്ച് ചവറുകൾ കൊണ്ടുപോയിട്ടും വേസ്റ്റ് കൊണ്ടുപോയിട്ടും കുഴപ്പമില്ല, കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഒരു പിടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ പിന്നെയും പിന്നെയും അതേ സ്ഥാനത്ത് നമ്മൾ പിന്നെയും ചവറുകൾ, വേസ്റ്റുകൾ കൊണ്ടുപോയിടുകയാണെങ്കിൽ അതൊരു വേസ്റ്റ് കൂനയായിട്ട് മാറും അല്ലേ? അതേ സങ്കല്പമാണ്. അങ്ങനെ ഓരോ തവണ അങ്ങനെ ചെയ്യുമ്പോഴും ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിനെ നേരിടേണ്ടതായിട്ട് വരും. ഒറ്റയടിക്കല്ല ഇതൊന്നും നമ്മളെ ബാധിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ ഈ അശുദ്ധി എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പറയാം. എപ്പോഴാണ് നമ്മളൊരു വസ്തുവിനെ അത് അശുദ്ധമായി അല്ലെങ്കിൽ ഇത് അശുദ്ധിയുണ്ട് ഇവിടെ എന്ന് പറയണത്? നമ്മൾ എന്ത് വസ്തുക്കൾ എടുക്കുകയാണെങ്കിലും അത് ഇരിക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ അത് കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ സ്ഥാനം മാറിക്കഴിഞ്ഞാൽ അതിനെ അശുദ്ധിയായിട്ടാണ് പറയാറുള്ളത്. അതൊരു ഉദാഹരണ സഹിതം പറയാം കേട്ടോ. ഇപ്പോൾ ഒരു വിവാഹം നടക്കുകയാണ്, വധു അണിഞ്ഞൊരുങ്ങുകയാണ്. അപ്പോൾ വിവാഹത്തിന് മുൻപായിട്ട് സ്വന്തം ശരീരത്തിന് ഭംഗി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം തലമുടിയിലെ കുറേ പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ടായിരിക്കും. മുടി സ്ട്രൈറ്റനിങ്, സുഗന്ധദ്രവ്യങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരിക്കും. വിവാഹത്തിൻ്റെ അന്ന് പൂക്കളൊക്കെ ചൂടിയിട്ട് സ്ലൈഡൊക്കെ കുത്തി വെച്ചിട്ട് അതിമനോഹരമാക്കിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വിരലുകളാണെങ്കിലും നെഖമൊക്കെ നീട്ടി വളർത്തിയിട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ടുണ്ടായിരിക്കും. മുഖത്താണെങ്കിലും അങ്ങനെ പല വിധത്തിലുള്ള മേക്കപ്പുകളൊക്കെ ചെയ്തിട്ടായിരിക്കും വിവാഹത്തിന് കുറേ പണമൊക്കെ ചിലവാക്കി
ചിലവാക്കിയിട്ടായിരിക്കും വിവാഹത്തിന് ഒരുങ്ങിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു, അടുത്തതായിട്ട് വിരുത്തൂണ് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ടല്ലോ, അവിടേക്ക് പോകുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനെയുള്ള അലങ്കാരങ്ങൾ എല്ലാതൊന്നും ആ സമയത്ത് ഉണ്ടാവില്ലല്ലോ. അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ തലമുടിക്ക് തോന്നുകയാണ്, ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് അണിയിച്ചൊരുക്കിയിട്ടുള്ള മുടിയായിരുന്നല്ലോ, അപ്പോൾ ആ തലമുടിക്കിനൊരു അഹങ്കാരം തോന്നിയിട്ട് എന്നാൽ പിന്നെ ഞാൻ ഈ ഇലയുടെ തലപ്പത്ത് വന്നിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് സാധിക്കൂ? കാരണം ഈ തലമുടി എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ എല്ലാവർക്കും അതിനോട് ഇഷ്ടമുള്ളൂ. വേറെ എവിടെ കണ്ടു കഴിഞ്ഞാലും ശ്രദ്ധിച്ചു നോക്കൂ, അതിനോട് ഇഷ്ടക്കേട്, അറപ്പും വെറുപ്പൊക്കെയാണ് തോന്നുക. കാരണം അതായിരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാലാണ് അതിന് ഭംഗി. അല്ലാത്ത സമയത്ത് എവിടെ കണ്ടു കഴിഞ്ഞാലും സ്ഥാനം മാറിക്കഴിഞ്ഞാൽ അത് അശുദ്ധിയായി. ഇപ്പം നഖമാണെങ്കിലും നീട്ടി വളർത്തിയിട്ട് നഖമൊക്കെ ഉള്ളവർ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോകും, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ നഖം കയ്യിൽ നിന്ന് പൊട്ടിയടർന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം മാറി, അപ്പം അത് അശുദ്ധിയായി. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തവും. രക്തം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, ആ പമ്പിങ് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞാലും നമ്മൾ മരിച്ചു പോകും. അപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് രക്തം നമ്മുടെ ശരീരത്തിനുള്ളിലെ ഉണ്ടായിരിക്കണം. അതാണ് അതിരിക്കേണ്ടതായിട്ടുള്ള സ്ഥാനം. ആ സ്ഥാനം മാറിക്കഴിഞ്ഞാലേ അത് അശുദ്ധിയായി. അപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അശുദ്ധിയായി. അതാണ് മുറിവുകളൊക്കെ പറ്റിക്കഴിഞ്ഞാലും അത് ക്ഷേത്രത്തിനകത്ത് വീണ് കഴിഞ്ഞാലും രക്തം കണ്ടു കഴിഞ്ഞാൽ അശുദ്ധി എന്ന് പറയണത്. അപ്പോൾ രക്തം എവിടെ കണ്ടാലും അശുദ്ധിയാണ്. അതുകൊണ്ടാണ് ആർത്തവത്തെ അല്ലെങ്കിൽ പീരീഡ്സിന് അശുദ്ധി എന്നുള്ള ഒരു പദം ഉപയോഗിച്ചിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ അത് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഋഷീശ്വരന്മാർ, നമ്മുടെ സന്യാസിമാർ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികര്, നമ്മുടെ പഴമക്കാര്, നാരായണീയ വേദവ്യാസൻ അല്ലെങ്കിൽ ശ്രീ ശുക മഹർഷി, ഇവരെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് ചെയ്യണം അങ്ങനെയല്ല അവർ പറഞ്ഞിരിക്കുന്നത്. ഒരാളിലും ഒന്നും അടിച്ചേൽപ്പിക്കുന്നേയില്ല. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് തെറ്റാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അസത്യത്തിൻ്റെ മാർഗങ്ങളാണ്, അല്ലെങ്കിൽ അസന്മാർഗികമായിട്ടുള്ള മാർഗങ്ങളാണ്. അങ്ങനെ തെറ്റും ശരിയും വേർതിരിച്ച് അവർ പല പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരാളും ഒന്നിനെയും അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പോൾ ഇതും അതേപോലുള്ള ഒരു വിഷയമാണ്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ചെങ്കിലും അറിയുന്നവരുണ്ടായിരിക്കും കേട്ടോ. ഭൂരിഭാഗം പേർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. ഇപ്പം അമ്മമാർ അല്ലെങ്കിൽ മുതിർന്നവർ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്യില്ല. പക്ഷെ അതിനെക്കുറിച്ച് അറിയാത്ത കുട്ടികളുണ്ടായിരിക്കും. ഇപ്പം നമുക്കൊരു കാര്യം ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എവിടുന്നെങ്കിലുമൊക്കെ നമുക്കത് അറിയാനായിട്ട് ശ്രമിക്കും. എല്ലാം അറിയുന്നവരാണെങ്കിലോ അവർക്ക് എല്ലാം അറിയാം, പിന്നെ ഒന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കുറച്ച് അറിവായിട്ട് നടക്കുന്നവരുണ്ടല്ലോ, ഈ മുറിഞ്ഞിട്ടുള്ള അറിവുകളായിട്ടുള്ളവർ, അവർക്കാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ആ ഉള്ള അറിവ് വെച്ചിട്ട് അവർ വിചാരിക്കും അതാണ് ശരി എന്നുള്ളത്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മൾ മനസ്സിലാക്കിയതൊക്കെ ചെറിയ കാര്യങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ഈ അറിവുകളൊന്നും ഒരിക്കലും അറ്റമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ എന്ത് കാര്യങ്ങൾ സംശയം വന്നു കഴിഞ്ഞാലും അതിനെ അപ്പാടെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ അന്ധമായിട്ട് ഒരാൾ പറയുന്നത് കേൾക്കാതെ കൂടുതൽ അതിനെപ്പറ്റി അറിയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുവിധം സംശയങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തുക കേട്ടോ. ഇത് എത്രത്തോളം എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നൊന്നും അറിയില്ല, എന്നാലും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ ഓരോരുത്തർക്കുമായിട്ട് വിട്ടു തന്നുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കമൻസ് എല്ലാവരും വീഡിയോയ്ക്ക് ചുവടെയായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അത് അതായത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ അത് സ്വീകരിക്കണം എന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ആ കുട്ടി കാണാനായിട്ട് ഇടവരികയാണെങ്കിൽ, അവരെ പോലെ ചിന്തിക്കുന്നവർ കാണാനായിട്ട് ഇടവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും കൂടെ കൂടുതൽ ചിന്തിക്കാനായിട്ട് അവർക്ക് പറ്റും. കാരണം അവർ അറിഞ്ഞിട്ടുള്ള അറിവിനേക്കാളും ഇനിയും ഉണ്ടല്ലോ ഇതിനെ പറ്റിയിട്ട്, ഇനിയും ഉണ്ട് കേട്ടോ, കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പഠിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക്, എന്താണ് യാഥാർത്ഥ്യം, അതിലേക്ക് തിരിയും എന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഇതെല്ലാം പ്രകൃതിയുടെ നിയമങ്ങളാണ്. ആ രീതിയിൽ നമുക്ക് പറയാം. നമ്മൾ ഊർജ്ജ പ്രസരണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളേ അല്ല. ചില കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് പ്രകൃതിയുടെ കാര്യങ്ങൾ.
മുൻപൊരിക്കൽ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ നൽകിയിട്ടുള്ള 7 ഉപദേശങ്ങൾ അത് പ്രകാരം ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നുള്ളത്. അതിലൊന്നായിരുന്നു പ്രകൃതിയുടെ മാറ്റങ്ങളെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് കഷ്ടപ്പെടുക, നമുക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുക, തോറ്റുപോകുകയാണ് ചെയ്യുക. അപ്പോൾ അതിലൊന്നും നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. നമുക്ക് അനുകൂലമാകുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാനായിട്ടേ സാധിക്കുള്ളൂ. മഴ പെയ്യരുതെന്ന് പറയാൻ പറ്റില്ല, മഴ പെയ്യുന്ന സമയത്ത് കുട ചൂടാം, അത്രയും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടിയിട്ട് മനസ്സിങ്ങനെ വിഷമിപ്പിക്കുകയൊന്നും വേണ്ട. ഇന്നതാണ് ശരി എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാത്ത പക്ഷം നമ്മളതിനെ എന്താ പറയുക, നിർബന്ധിതരായിട്ട് ഒരാളെ കൊണ്ട് അടിച്ചേൽപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല അത്. അതുകൊണ്ടാണ് അവിടെ തുടക്കത്തിലേ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പം അതാണ് പറയാനായിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആകും എന്ന് തന്നെയാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെയും ആവർത്തിച്ച് പറയുന്നു, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സ് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.